നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം സഭാപർവം രാജസൂയം. ജരാസന്ധന്റെ മരണത്തോടുകൂടി രാജസൂയത്തിനുള്ള പ്രതിബന്ധം ഒഴിഞ്ഞു. മാഗധന്റെ ശിങ്കിടികളായ രാജാക്കന്മാരെല്ലാം പാണ്ഡവന്മാരുടെ അജയ്യമായ ശക്തി മനസ്സിലാക്കുകയും അവരെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയും ചെയ്തു. രാജസൂയത്തിന് മുന്നോടിയായി ഭീമനും അർജുനനും നകുലനും സഹദേവനും ചതുരംഗപ്പടയോടുകൂടി 4 ഭാഗത്തേക്കും ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. ഗാണ്ഡവദഹന സമയത്ത് അഗ്നി സമ്മാനിച്ച തേരിൽ കയറി അർജുനൻ വടക്കോട്ട് പുറപ്പെട്ടു. ഭീമൻ കിഴക്കോട്ടും നകുലൻ പടിഞ്ഞാറോട്ടും സഹദേവൻ തെക്കോട്ടുമാണ് പോയത്. എല്ലാവിധത്തിലുമുള്ള പടയോടും സന്നാഹങ്ങളോടും കൂടിയാണ് പുറപ്പെട്ടത്. ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ എതിർപ്പുകൾ ഉണ്ടായി എങ്കിലും അതൊക്കെ അവസാനിപ്പിച്ച് ജയം കൈവരിക്കാൻ എല്ലാവർക്കും സാധിച്ചു. മിക്ക രാജാക്കന്മാരും എതിർപ്പൊന്നും കൂടാതെ തന്നെ പാണ്ഡവന്മാർക്ക് കീഴടങ്ങി. എല്ലാവരും യുധിഷ്ഠിരന് കപ്പം കൊടുക്കാൻ സമ്മതിക്കുകയും പലവിധത്തിലുള്ള വിലപിടിച്ച സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. പാണ്ഡവന്മാർ വിജയശ്രീലാളിതരായി ഇന്ദ്രപ്രസ്ഥത്തിൽ മടങ്ങിയെത്തി. 1 നൂറ്റാണ്ടുകാലം ചെലവ് ചെയ്താലും തീരാത്ത വണ്ണമുള്ള ധനസമൃദ്ധി കൈവന്നു കഴിഞ്ഞപ്പോൾ രാജസൂയം നടത്താനുള്ള ആലോചന യുധിഷ്ഠിരൻ ആരംഭിച്ചു. തദവസരത്തിൽ വിലപിടിപ്പുള്ള അനവധി പാരിതോഷികങ്ങളുമായി കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു. ഇനിയും കാലതാമസം കൂടാതെ രാജസൂയം നടത്തണമെന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു. കൃഷ്ണന്റെ ഉപദേശം സ്വീകരിച്ച് രാജസൂയത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ പുരോഹിതനായ ദൗമ്യന്റെ നിർദ്ദേശാനുസരണം തയ്യാറാക്കി കൊടുക്കാൻ സഹദേവനെ ചുമതലപ്പെടുത്തി. യാഗശാല പണിത് അതിൽ ശാസ്ത്രപ്രകാരമുള്ള പൂജ നടത്തി യാഗസജ്ജമാക്കി. രാജസൂയത്തിൽ പങ്കെടുക്കാൻ വേദവ്യാസൻ എത്തിച്ചേർന്നു. അദ്ദേഹം സ്വയം ബ്രഹ്മത്വം ഏറ്റെടുത്തു. സുദാമാവ്, യാജ്ഞവൽക്യൻ, പൈലമുനി എന്നീ പ്രസിദ്ധരായ ഹോതാക്കൾ അവരുടെ പുത്രവർഗത്തോടും ശിഷ്യന്മാരോടും കൂടി രാജസൂയത്തിൽ പങ്കെടുത്തു. നകുലനെ അസ്ത്രപഥത്തിലേക്ക് അയച്ച് ധൃതരാഷ്ട്രൻ, ഭീഷ്മൻ, വിതുരൻ, ദ്രോണൻ, കൃപൻ, ദുര്യോധനൻ തുടങ്ങിയവരെ ക്ഷണിക്കുകയും അവരെല്ലാം നേരത്തെ തന്നെ വന്നെത്തുകയും ചെയ്തു. രാജദൂതന്മാർ നാടുതോറും പോയി ബ്രാഹ്മണർ, രാജാക്കന്മാർ, വൈശ്യർ, ശൂദ്രപ്രമാണികൾ എന്നിവരെ ക്ഷണിച്ചു. അവരും വന്നു ചേർന്നു. ധർമ്മപുത്രൻ യാഗദീക്ഷ കൈക്കൊണ്ട് യജ്ഞശാലയിൽ പ്രവേശിച്ചു. യജ്ഞമുറ പോലെ ആരംഭിച്ചു. രാജസൂയം 34 മാസക്കാലം നീണ്ടുനിന്നു. ഇനി അർഘ്യപൂജ. യജ്ഞാന്ത്യത്തിൽ ദശോപചാരങ്ങളിൽ പ്രധാനമായി അർഘ്യം കൊടുത്ത് പൂജിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഭീഷ്മൻ പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, ആചാര്യൻ, ഋദ്ധിക്ക്, ബന്ധു, സ്നാതകൻ, സ്നേഹിതൻ, ഭൂപൻ എന്നിങ്ങനെ 6 കൂട്ടരാണ് അർഘ്യാർഹർ. വളരെ കാലമായി ഇവിടെ പാർക്കുന്നവരാണ് എങ്കിലും അവരെ നവാതിഥികളെ പോലെ പൂജിക്കേണ്ടതാണ്. എന്നാൽ അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനാണ് ആദ്യം അർഘ്യം കൊടുക്കുക. യുധിഷ്ഠിരൻ, പിതാമഹ, ഞാൻ ആർക്കാണ് ആദ്യം അർഘ്യം കൊടുക്കേണ്ടത്? ഭീഷ്മൻ, ഭൂമിയിൽ വെച്ച് ഏറ്റവും മാന്യനായവൻ കൃഷ്ണനാണ്. ഇവൻ ശക്തിയിലും മഹത്വത്തിലും പരാക്രമത്തിലും എല്ലാവരെക്കാളും മുമ്പനാണ്. ഇവൻ സൂര്യനും കാറ്റില്ലാത്തിടത്ത് കാറ്റുമാണ്. ഭീഷ്മന്റെ നിർദ്ദേശപ്രകാരം സഹദേവൻ ദ്വാരകാനാഥന് യഥാവിധി ഉത്തമമായ അർഘ്യം നൽകി. ശാസ്ത്രപ്രകാരം കൃഷ്ണൻ അത് സ്വീകരിച്ചു. വാസുദേവ പുത്രനെ അഗ്രപൂജ ചെയ്ത് ബഹുമാനിച്ചത് ചേതിരാജാവായ ശിശുപാലന് ഒട്ടും രസിച്ചില്ല. ഇനി ശിശുപാലന്റെ കോപം. അദ്ദേഹം കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ശിശുപാലൻ പറഞ്ഞു, വിഷ്ണുവംശജനായ കൃഷ്ണൻ രാജപൂജയ്ക്ക് അർഹനല്ല. ധർമ്മപുത്ര, മഹാന്മാരായ പാണ്ഡവന്മാർക്ക് ചേർന്നതല്ല ഈ പ്രവൃത്തി. ഭീഷ്മ, നീ എന്തുകൊണ്ടാണ് കൃഷ്ണൻ അഗ്രപൂജ നടത്തി അവന് അർഘ്യം നൽകി ബഹുമാനിക്കാൻ ഉപദേശിച്ചത്? വൃദ്ധൻ എന്ന നിലയ്ക്കാണെങ്കിൽ വസുദേവൻ ഇവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ മകനായ കൃഷ്ണൻ എങ്ങനെ പൂജയ്ക്ക് അർഹനാകും? അതല്ല, ബന്ധുവെന്ന നിലയ്ക്കാണെങ്കിൽ ദ്രുപദൻ ഇവിടെയുള്ളപ്പോൾ കൃഷ്ണൻ എങ്ങനെ പൂജ്യനാകും? ആചാര്യൻ എന്ന നിലയ്ക്കാണെങ്കിൽ അർഘ്യം ആദ്യം ദ്രോണർക്കല്ലേ നൽകേണ്ടത്? ഋദ്ധിക്ക് എന്ന നിലയ്ക്കാണെങ്കിൽ വേദവ്യാസൻ ഇവിടെ ഉള്ളപ്പോൾ മറ്റാർക്കെങ്കിലും അതിന് അർഹതയുണ്ടോ? ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കാണെങ്കിൽ സർവശാസ്ത്രജ്ഞനായ അശ്വത്ഥാമാവിനെ അല്ലേ പൂജിക്കേണ്ടത്? കൃപാചാര്യരെക്കാൾ കൂടുതലായി കൃഷ്ണനെ ബഹുമാനിച്ചത് ഉചിതമായോ? രാജേന്ദ്രൻ എന്ന നിലയ്ക്കാണെങ്കിൽ പുരുഷശ്രേഷ്ഠനായ രാജേന്ദ്രൻ ദുര്യോധനനല്ലേ? ദുർദർശനായ ഭീഷ്മകനുള്ളപ്പോൾ, പാണ്ഡുതുല്യനായ രുക്മിയുള്ളപ്പോൾ, മാദ്രേശനായ ശല്യനുള്ളപ്പോൾ അവരെയെല്ലാം വിട്ടിട്ട് കൃഷ്ണനെ പൂജിച്ചത് ശരിയാണോ? കൃഷ്ണൻ രാജാവല്ല, ആചാര്യനല്ല, ഋത്വിക്കല്ല, പിന്നെ എന്തുകൊണ്ട് പൂജിച്ചു? സേവയ്ക്ക് മാത്രം അവനെ പൂജിക്കാനാണ്
നിങ്ങൾ തീരുമാനിച്ചിരുന്നത് എങ്കിൽ പിന്നെ രാജാക്കന്മാരായ ഞങ്ങളെ വരുത്തി എന്തിനാണ് അവമാനിച്ചത്? ഞങ്ങൾ യുധിഷ്ഠിരന് കപ്പം കൊടുത്ത് അയാളെ ചക്രവർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ചത് അവൻ ധർമാത്മാവാണ് എന്ന് കരുതിയാണ്. എന്നാൽ അവൻ അതെല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുന്നു. അവൻ ധർമ്മച്യുതനായിരിക്കുന്നു. ഹേ കൃഷ്ണ, ജരാസന്ധനെ ചതിച്ചു വന്ന കൊലപാതകിയല്ലേ നീ? അഗ്രപൂജയ്ക്ക് അനർഹനായ നീ അത് സ്വീകരിച്ചത് ശരിയായോ? അവിസിന്റെ ഭാഗം ആരുമില്ലാത്ത തക്കം നോക്കി തിന്നുന്ന നായയെപ്പോലെ നാണമില്ലാത്ത നീ യോഗ്യത നടിക്കുന്നു. രാജാവല്ലാത്ത നിനക്ക് എങ്ങനെ രാജപൂജ ചേരും? നപുംസകം പെണ്ണിനെ വെളി കഴിച്ചതുപോലെയാണ് ഇത്. ചേതി രാജാവ് ക്രോധത്തോടെ എഴുന്നേറ്റ് മറ്റു രാജാക്കന്മാരെയും വിളിച്ചുകൊണ്ട് സഭാസ്ഥലം വിട്ടിറങ്ങാൻ ഭാവിച്ചു. ഇത് കണ്ട് യുധിഷ്ഠിരൻ ശിശുപാലനെ സമീപിച്ചു. അനുനയ വാക്കുകൾ കൊണ്ട് അയാളെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീഷ്മന് കൃഷ്ണനെ നന്നായിട്ട് അറിയും. അതുകൊണ്ടാണ് കൃഷ്ണൻ അഗ്രപൂജ ചെയ്യാൻ അദ്ദേഹം ഉപദേശിച്ചത്. പരമമായ ധർമ്മം അറിയാതെ പറയുന്നവനല്ല ഭീഷ്മൻ. ഭീഷ്മനെ അപമാനിച്ച് പറയരുത്. ഭവാനേക്കാൾ പ്രായക്കൂടുതലുള്ള എത്രയോ മന്നവേന്ദ്രന്മാർ ഈ സദസ്സിലുണ്ട്. അവരെല്ലാം കൃഷ്ണ സൽക്കാരം പോർക്കുന്നുവല്ലോ. നീയും അപ്രകാരം പോർക്കുക. ഭീഷ്മൻ ശിശുപാലന്റെ ഭത്സനം കേട്ടിട്ടും അജഞ്ചലനായിട്ട് എന്നതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിര, ശിശുപാലനോട് എന്തിന് സാന്ത്വന വാക്കുകൾ പറയുന്നു? ഇവൻ അത് അറിയിക്കാത്ത മൂഢനാണ്. കൃഷ്ണൻ നമുക്ക് മാത്രമല്ല അർച്ച്യൻ. അച്യുതൻ 3 ലോകത്തിലും എല്ലാവർക്കും അർച്ച്യനാണ്. അവനിൽ വിശ്വമാകെ സ്ഥിതി ചെയ്യുന്നു. ചേതി രാജാവെ, മോഹം കൊണ്ടോ ബന്ധുവഴിക്കോ സഹായിച്ച വീഴ്ച നോക്കിയോ അല്ല ജനാർദ്ദനെ അർച്ചിച്ചത്. ഇവൻ അർച്ച്യനായതുകൊണ്ടാണ്. മനുഷ്യലോകത്തിൽ കൃഷ്ണനല്ലാതെ പൂജ്യനായി മറ്റാരുണ്ട്? ലോകത്തിൻ്റെ ഉൽപ്പത്തിയും പ്രളയവും കൃഷ്ണനിൽ നിലനിൽക്കുന്നു. ശിശുപാലന് അതൊന്നും അറിഞ്ഞുകൂടാ. അവനൊന്നും കാണാൻ കഴിവില്ലാത്ത ബാലനാണ്. അവൻ വിചാരിക്കുന്നു ഈ പൂജ ശരിയായില്ലെന്ന്. അങ്ങനെ അവന് തോന്നുന്നുവെങ്കിൽ അവൻ എന്തു വേണമെങ്കിൽ ചെയ്യട്ടെ. അഗ്രപൂജ ചെയ്തത് സഹദേവനാണല്ലോ. ശിശുപാലന്റെ നീചമായ വാക്കുകൾ അവനെ അരിശം കൊള്ളിച്ചു. അവൻ പറഞ്ഞു, കേശവനെ പൂജിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന ഏത് രാജാവിനാണ് സഹിക്കാത്തത്? അവരുടെ മൂർധാവിൽ ഞാൻ ചവിട്ടുന്നു. അവൻ എനിക്ക് വധ്യനാണ്. നാരദ മഹർഷി ഇത്തരുണത്തിൽ എല്ലാവരോടുമായി പറഞ്ഞു, പങ്കജാക്ഷനായ കൃഷ്ണനെ അർച്ചിക്കാത്ത മനുഷ്യർ ജീവശവങ്ങളാണ്. അവരോട് ആരും മിണ്ടരുത്. സഹദേവൻ കൃഷ്ണപൂജ നടത്തി അവസാനിപ്പിച്ചു. ശിശുപാലന്റെ ക്രോധം വർദ്ധിച്ചു. അവൻ രാജസൂയാഗം മുടക്കാൻ തീരുമാനിച്ചു. അവൻ രാജാക്കന്മാരോട് ആക്രോശിച്ചു, ഞാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണ്. പാണ്ഡവന്മാരെ എതിർക്കണം. ഏതാനും രാജാക്കന്മാർ ശിശുപാലനോട് ചേർന്ന് പാണ്ഡവന്മാരെ എതിർക്കുന്നതിനും യാഗം മുടക്കുന്നതിനും സന്നദ്ധരായി. സദസ്സിൽ ആകെ കൂടി ഒരു ഇളക്കമുണ്ടായി. യുധിഷ്ഠിരൻ ഭീഷ്മനോട് പറഞ്ഞു, പിതാമഹ, യാഗം മുടങ്ങരുത്. ലോകർക്ക് ക്ഷേമവും ഉണ്ടാകണം. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാലും. ഭീഷ്മർ, യുധിഷ്ഠിര, നീ പേടിക്കണ്ട. ഉറങ്ങുന്ന സിംഹത്തെ കണ്ട് കുരയ്ക്കുന്ന നായ്ക്കളാണ് ശിശുപാലനും അവൻ്റെ സഹായികളും. സിംഹം ഉണർന്ന് എഴുന്നേൽക്കുന്നതുവരെ മാത്രമേ നായ്ക്കൾ കുരയ്ക്കുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ ശിശുപാലൻ്റെ സമനില തെറ്റി. അവൻ്റെ രോഷം മുഴുവൻ ഭീഷ്മരോടായി. ശിശുപാലൻ, നപുംസക പ്രകൃതിയായ പടുകിഴവ, അന്ധന്മാരെ പിന്നിൽ കൊണ്ട് നടക്കുന്ന അന്ധനെ പോലെയാണ് നീ പെരുമാറുന്നത്. നീ നടക്കുന്നു, പിമ്പെ അവരും. എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ കുഴിയിൽ വീഴും. കൃഷ്ണനെ നീ സ്തുതിക്കുന്നു. നീയാണോ ജ്ഞാനവൃദ്ധൻ? ഇവൻ കുട്ടിയായിരുന്നപ്പോൾ ഏതാണ്ടൊക്കെ ചെയ്തു പോലും. പുറ്റുപോലുള്ള ഗോവർദ്ധനക്കുന്ന് 7 ദിവസം പൊക്കിപ്പിടിച്ചത്രേ. എന്തൊരു ധീരപ്രവൃത്തി! ഭീഷ്മ, നീ എന്തെല്ലാം അധർമ്മം പ്രവർത്തിച്ചിട്ടുണ്ട്, എന്തെല്ലാം അധർമ്മത്തിന് കൂട്ടുനിന്നിട്ടുണ്ട്. അമ്പയെ അപഹരിച്ചു കൊണ്ടുവന്ന് അവളെ അഗതിയാക്കിയില്ലേ? വിചിത്രവീര്യൻ്റെ ഭാര്യമാരിൽ മറ്റുള്ളവരെ കൊണ്ട് സന്തതികളെ ജനിപ്പിക്കാൻ നീ കൂട്ടുനിന്നില്ലേ? എന്നിട്ടും അഭിമാനിക്കുന്നു ധർമ്മജ്ഞനാണെന്ന്. ഭീഷ്മരുടെ നേരെ ശകാരവർഷം ചൊരിയുന്ന ശിശുപാലനോട് ഏറ്റുമുട്ടാൻ ഭീമൻ തയ്യാറായി. അവൻ്റെ കണ്ണുകൾ ചുവന്നു. അവൻ പല്ലുകടിച്ചു. കൈകൾ കൂട്ടി ഞെരിച്ച് അവൻ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു. എന്നാൽ ഭീഷ്മർ ഭീമനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഭീമൻ ഭീഷ്മരുടെ വാക്കുകൾ മാനിച്ച് മൗനം പാലിച്ചു. ഇനി അടുത്തത് ശിശുപാലൻ്റെ കഥയാണ്. അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം.